ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങളിൽ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ വലിയ മീനൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഫിഷ് ബിരിയാണി തയ്യാറാക്കാതിരിക്കേണ്ട. നമുക്ക് അയില വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമുക്കൊന്നും എപ്പോഴും വലിയ മീനൊന്നും വാങ്ങിയിട്ട് ഫിഷ് ബിരിയാണിയൊന്നും തയ്യാറാക്കാൻ വേണ്ടി സാധിക്കില്ല. ചെമ്മീനൊക്കെ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചാൽ അത് നുള്ളിയെടുക്കാനൊക്കെ ഒരുപാട് പണിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ ഈ അയില കൊണ്ട് സാധിക്കും. എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. ആദ്യം തന്നെ അയില നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പകുതി പുളിനാരങ്ങയുടെ നീരും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലെ മീറ്റ് മാത്രം എടുക്കുന്നുണ്ട്, മുള്ളൊക്കെ കളഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ബിരിയാണി കഴിക്കുകയും ചെയ്യാം, മുള്ളൊന്നും കിണിഞ്ഞു പോകില്ല. അപ്പോൾ നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മീനെല്ലാം ഒന്ന് നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. നല്ലോണം കരിഞ്ഞു പോയി അങ്ങനെയൊന്നും വേണ്ട, കുറച്ചൊന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. വൺ സൈഡ് ഫ്രൈ ആയി വന്നാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്കാക്കിയിട്ടെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ അയിലയൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് മസാല തയ്യാറാക്കിയെടുക്കുന്നത്, എന്നാൽ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് കിട്ടും. ആദ്യം തന്നെ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഒരു 2-3 ടേബിൾ സ്പൂണ്. എന്നിട്ട് ഇവിടെ ഞാനൊരു 4 മീഡിയം സൈസിലുള്ള ഉള്ളി നല്ലോണം നേർങ്ങനെ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ബിരിയാണി ഏത് വെക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഉള്ളിയുടെ സോഫ്റ്റ്നെസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ വേഗം എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വേഗം മസാലയാക്കരുത്. ഉള്ളി നല്ലോണം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് കുക്കാക്കി വെക്കുകയും മൂടി വെച്ചിട്ട് അടച്ചിട്ടൊക്കെ കുക്കാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നല്ലോണം ഒന്ന് ഉള്ളി സോഫ്റ്റായി കിട്ടുന്നത് വരെയും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ടേസ്റ്റിനും ആവശ്യത്തിനും അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്കൊരു 3 തക്കാളി നല്ലോണം നേർങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി കുറച്ചുകൂടി വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. എന്നാൽ നല്ലോണം മസാലയിലെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടും. കുക്കറ് അതിൻ്റെ അടിയിൽ പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ദാ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അധികം മസാലപ്പൊടി മീനിൻ്റെ ഐറ്റംസിലൊന്നും അധികം മസാലപ്പൊടി ചേർക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്, അന്നേരം മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് പോയി പോവും. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഞാൻ അയില ഇതുപോലെ മീറ്റ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം.
ഇനി ഈ സമയം നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പുളിനാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എന്നാൽ വേഗത്തിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയും ഫിഷ് മസാലയാണിത്. ഉപ്പും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി സാധാ നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മ് ചെയ്യുന്നത് പോലെ അടിയിൽ മസാല വെച്ച് കൊടുത്ത് ചോറിട്ട് കൊടുത്തിട്ട് നമ്മൾ ദമ്മ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇനിയും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ.